ഒരു റെസ്യൂമേയിൽ രണ്ടാമത്തെ പേജ് ഉണ്ടെങ്കിൽ 95% കേസിലും ആ രണ്ടാമത്തെ പേജ് ആരും വായിക്കില്ല. റിക്രൂട്ടേഴ്സ് എന്തായാലും വായിക്കില്ല. ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, 1 പേജ് റെസ്യൂമ് അല്ലേ നല്ലത്, 2 പേജ് റെസ്യൂമ് എന്തിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഏകദേശം 6 വർഷമായിട്ട് ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. ഏകദേശം 500-ൽ കൂടുതൽ സ്റ്റുഡൻസിനെ ഞാൻ ട്രെയിനിങ് ഓഫ്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 90% സ്റ്റുഡൻസ് പ്ലേസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഒരു ബിഗിനറായിട്ടുള്ള ഒരു ടീച്ചർമാർക്കിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അക്കാദമിയിൽ കോഴ്സ് എടുക്കുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. അവന് ജോബ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും അവനക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവന് പഠിച്ച എല്ലാ കാര്യങ്ങളും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും അവന് ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ റെസ്യൂമിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് 2 പേജ് ആയിട്ട് സ്വാഭാവികമായിട്ടും മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേജ് റെസ്യൂമേനാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഡിസൈനേഷൻ മാത്രമാണ് പറയുന്നത്. ഞാൻ ചില സ്ഥാപനങ്ങൾക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടീമിലോട്ട് ആളുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഉത്തരവാദിത്തോടെ തന്നെ ഞാൻ എന്ത് ചെയ്യുള്ളൂ, റെസ്യൂമേയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുള്ളൂ. 2 പേജ് റെസ്യൂമെയാണ്, ഞാൻ രണ്ടാമത്തെ പേജ് നല്ല രീതിയിൽ പരിശോധിക്കും. അതൊരു പേരിന് വേണ്ടി ചെക്ക് ചെയ്യലോ എന്നുള്ള പരിപാടിയൊന്നും എനിക്ക് ഉണ്ടാവില്ല. പിന്നെ മാത്രമല്ല, റെസ്യൂമ, പോർട്ട്ഫോളിയോ, ഈ കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂവിന് വിളിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. ബാക്കിയൊക്കെ നിങ്ങളെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും.